ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇതുവരെ വെക്കേഷൻ തുടങ്ങിയിട്ട് 2 ദിവസം വീട്ടിൽ പോയി നിന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസമെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോകാനുള്ള ഒരുക്കത്തിലാണ്. വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, നമ്മുടെ വീട് തൊട്ടടുത്താണ്, നമ്മൾ ദിവസവും പോകുന്നതാണ്. പക്ഷേ നിൽക്കാനായിട്ട് പോയിട്ട് കുറേ നാളായി. അപ്പോൾ 2 ദിവസം നിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പം വീട്ടിലിരുന്ന മീനും കപ്പയും ഒക്കെ എടുത്തിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി കറി വെക്കാൻ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോകാറുള്ളതാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവിടെ അടുത്ത് പോകാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ അവിടെ അടുത്തൊന്ന് പോകണം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ നമ്മളെ കാത്തുനിന്നിരിക്കുകയായിരുന്നു. അപ്പം ചീനിയുടെ വലിപ്പം കണ്ടുകൊണ്ട് അമ്മ നോക്കുമായിരുന്നു, എവിടെ നിന്ന് കിട്ടി ഇത്ര വലിയ ചീനിന്ന്. അത് ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായ ചീനിയാണ്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഒരു ഓമയ്ക്കാൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വിളഞ്ഞ് നിന്നതായിരുന്നു. അപ്പോൾ നമ്മളിനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ചീത്തയാവും, അതുകൊണ്ട് ഞാൻ അതും കൂടെ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴാണെങ്കിൽ അമ്മ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച കക്കാക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഞാൻ കൊണ്ടുവന്നതാണ്, കൊഴുവയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ അമ്മ അത് വെട്ടി വൃത്തിയാക്കി വറക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്യാമെന്ന്. ഇത് അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. അമ്മ എപ്പം മീൻ വെട്ടാനിരുന്നാലും വന്ന് മീൻതല തിന്നാൻ വേണ്ടി അവിടെ ഇരിക്കുന്നതാണ്. നമ്മുടെ അല്ലൂനാണെങ്കിൽ കഞ്ഞിയും കുറുക്കും ഒക്കെ ഇവരെ കാട്ടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അമ്മ മീൻ വെട്ടാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് ചീനി അരിഞ്ഞ് അടുപ്പത്താക്കാമെന്ന്. പെട്ടെന്ന് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മുടെ അല്ലുവിന് പനിയായത് കാരണം അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പം കപ്പ എന്നായി പോകുന്നതാണ്. നമ്മുടെ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിയുന്നത്. നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വലിയ കഷ്ണങ്ങളായിട്ടും നമ്മൾ വേവിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് പുരട്ടിയാണ് നമ്മൾ എടുക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ മുളക് നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുളകറി ഇറക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീനിക്കകത്ത് പുരട്ടി ഒഴിക്കാൻ വേണ്ടി കുറച്ച് ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ അല്ലു ഉറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ചീനിയും നീമറുത്തതും പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച കക്കായില്ലേ, മാങ്ങ ഇട്ട് വെച്ചതുകൊണ്ട് സൂപ്പറാണ്, അതും എടുത്തിട്ടുണ്ട്. കുറച്ച് മുളകറിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കപ്പ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.